ബാസുരേന്ദ്രബാബു അനുസ്മരണവും അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരമായ യുവത്വം ജ്വലിച്ചുയർന്ന കാലത്തിൻ്റെ പ്രകാശനവുമാണ് ഈ പരിപാടിയിൽ ഉള്ളത്. ബാസുരേന്ദ്രബാബുവിൻ്റെ ഉജ്ജ്വലമായ ഓർമ്മകൾക്ക് മുന്നിൽ ആദ്യമേ തന്നെ പ്രണാമം അർപ്പിക്കട്ടെ. ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് ഒപ്പം ചേർന്ന് സഞ്ചരിച്ച ബാസുരേന്ദ്രബാബു നമുക്കെല്ലാം അറിയാവുന്നതുപോലെ മാധ്യമ വിമർശകനായും ഇടതുപക്ഷ സഹയാത്രികനായും കേരള സമൂഹത്തിന് സുപരിചിതനാണ്. 1965 മുതൽ 85 വരെയുള്ള തൻ്റെ കാലഘട്ടത്തിലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരമാണ് ഈ പുസ്തകം. ലോകരാഷ്ട്രീയത്തിലും വിശേഷിച്ച് ഇന്ത്യൻ രാഷ്ട്രീയത്തിലും വളരെയേറെ പരിവർത്തനങ്ങളുണ്ടായ ഘട്ടമാണത്. രണ്ടാം ലോകമഹായുദ്ധാനന്തരം കൊളോണിയൽ ശക്തികളിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങളുടെ ശൈശവഘട്ടം, കിടമത്സരങ്ങൾ, അധിനിവേശങ്ങൾ, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കെതിരെയും ഇടതുപക്ഷം അധികാരത്തിലിരുന്ന രാജ്യങ്ങൾക്കെതിരെയും നടത്തപ്പെട്ട രാഷ്ട്രീയ ഗൂഢാലോചനകൾ, അങ്ങനെ പലതുകൊണ്ടും ലോകരാഷ്ട്രീയം അസാധാരണമായ ഒരു ഘട്ടത്തിലൂടെ കടന്നുപോയ സന്ദർഭം. നമ്മുടെ രാജ്യത്താവട്ടെ ജനകീയ സമരങ്ങളുടെയും കർഷക സമരങ്ങളുടെയുമെല്ലാം ഘട്ടമായിരുന്നു അത്. നമ്മുടെ രാജ്യത്ത് ഒരു കൂട്ടം ആളുകൾ സ്വാതന്ത്ര്യം ലഭിച്ചതോടെ എല്ലാം സ്വാഭാവികമായി ശരിയാകുമെന്ന് ധരിച്ചവരുണ്ടായിരുന്നു. അവരൊരു വശത്ത്. എന്നാൽ ബ്രിട്ടീഷുകാർ പിൻവാങ്ങുക മാത്രമാണ് ചെയ്തത്. തൊഴിലാളികളുടെയും കർഷകരുടെയും ദുരിതങ്ങൾ നിലനിൽക്കുന്നു. അവയ്ക്ക് പരിഹാരം കാണാനായി രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാകണമെന്ന് വിശ്വസിച്ച ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങൾ മറുവശത്ത്. ബാസുരേന്ദ്രബാബു ഈ പുസ്തകത്തിൽ പരാമർശിച്ചിരിക്കുന്ന 20 വർഷക്കാലം ഇന്ത്യൻ ജനാധിപത്യത്തെ സംബന്ധിച്ച് കാലുഷ്യം നിറഞ്ഞ ഘട്ടം കൂടിയാണ്. ഒരവസരത്തിൽ നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥ തന്നെ ഇല്ലാതായി പോകുമോ എന്ന് ഭയപ്പെട്ട കാലം. ലോകത്തും രാജ്യത്തുമെല്ലാം ഉണ്ടായ ഇത്തരം മാറ്റങ്ങളെ ബാസുരേന്ദ്രബാബു തൻ്റെ യൗവന കാലഘട്ടത്തിൽ എങ്ങനെയാണ്, എപ്രകാരമാണ് സമീപിച്ചത് എന്നത് ഈ പുസ്തകത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം 1948 ആലപ്പുഴയിലാണ് ജനിക്കുന്നത്. ചെറുപ്പത്തിലെ തന്നെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോട് ആഭിമുഖ്യമുണ്ടായിരുന്നു. പുന്നപ്ര വയലാർ സമരമുയർത്തിവിട്ട സമരവീര്യം നാട്ടിലെങ്ങും അലയടിച്ച ഘട്ടത്തിൽ ജനിച്ച ഒരാൾക്ക് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളോട് ആഭിമുഖ്യമുണ്ടാകുന്നത് സ്വാഭാവികം. ആ സ്വാധീനം ബാസുരേന്ദ്രബാബുവിലും ഉണ്ടായി. ആലപ്പുഴയിലെ തൊഴിലാളി മുന്നേറ്റങ്ങൾ തൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ രൂപപ്പെടുന്നതിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം തന്നെ ഇടക്കിടക്ക് പറയാറുണ്ടായിരുന്നു. വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹത്തിന് ജോലി ലഭിച്ചു. കേന്ദ്ര സർക്കാരിൻ്റെ എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് വകുപ്പിലാണ് ജോലി ലഭിച്ചത്. സ്വാഭാവികമായും ജീവിതം സുരക്ഷിതമാക്കുന്നതിനുള്ള ഒരു മാർഗം അദ്ദേഹത്തിന് മുന്നിൽ തെളിഞ്ഞു. ശേഷിച്ച കാലം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായി ലഭിക്കുന്ന സുഖസൗകര്യങ്ങളിൽ അദ്ദേഹത്തിന് ജീവിക്കാമായിരുന്നു. പക്ഷേ അതല്ല ഉണ്ടായത്. ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനാവുകയാണ് അദ്ദേഹം ചെയ്തത്.
അത് അദ്ദേഹത്തെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ കൂടുതൽ ആകൃഷ്ടനാക്കി. പക്ഷേ പിന്നീടുണ്ടായത് ഇടതുപക്ഷ തീവ്രവാദ സാഹസിക നിലപാടുകളിലേക്ക് അദ്ദേഹം വഴുതിപ്പോകുന്നതാണ്. 1975 അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടപ്പോൾ അതിനെതിരെ സമരം ചെയ്ത വ്യക്തിയാണ് ബാസുരേന്ദ്രബാബു. 1976 പിടിക്കപ്പെട്ട അദ്ദേഹം പോലീസ് ക്യാമ്പുകളിൽ അതിക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയനായി. ഈ ജയിൽ ജീവിതത്തെ തുടർന്നുള്ള ഘട്ടമാണ് ബാസുരേന്ദ്രബാബുവിൻ്റെ ജീവിതത്തിലെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റങ്ങളുണ്ടാക്കിയതെന്ന് പറയേണ്ടി വരും. ജയിൽവാസം കഴിഞ്ഞ് പുറത്തു വന്ന അദ്ദേഹം തൻ്റെ അതുവരെയുള്ള ബോധ്യങ്ങളെ വിമർശനപരമായി തന്നെ സമീപിച്ചു. വിപ്ലവ ബഹുജന മുന്നേറ്റം ശക്തിപ്പെടുത്തലാണോ, ഒറ്റപ്പെട്ട സായുധാക്രമണത്തിൻ്റെ വഴിയെ പോകലാണോ വേണ്ടത്? ഈ ചിന്ത അദ്ദേഹത്തിൽ വളർന്നു. ഒടുവിൽ ആദ്യത്തേതാണ് മാർക്സിനിസത്തിൻ്റെ ശരി എന്ന ബോധ്യത്തിലേക്ക് ഉയരുകയും ജനകീയ സാംസ്കാരിക വേദി പിരിച്ചുവിടുകയും അതിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തു വരികയും ചെയ്തു. പിന്നീടുള്ള കാലം CPIMൻ്റെ സഹയാത്രികനായും ജനകീയ സമരങ്ങളിലെ പങ്കാളിയായുമാണ് അദ്ദേഹം ജീവിച്ചത്. തീവ്ര ഇടതുപക്ഷ ആശയങ്ങൾ എല്ലാ കാലത്തും വളമാകുന്നത് തീവ്ര വലതുപക്ഷ ആശയങ്ങൾക്കാണ് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ബാസുരേന്ദ്രബാബു ഇടതുപക്ഷത്തിനൊപ്പം നിലയുറപ്പിച്ചത്. അന്ന് തീവ്ര ഇടതുപക്ഷത്തിനൊപ്പം പോയവർ പിന്നീട് വലതുപക്ഷത്തിനൊപ്പം ചേർന്ന് ഇടതുപക്ഷത്തെ ആക്രമിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ വർഗീയ ശക്തികളോട് സന്ധി ചെയ്യാൻ പോലും ചിലർ മടിച്ചില്ല. ഒറ്റപ്പെട്ട സായുധ ആക്രമണത്തിലൂടെ സോഷ്യലിസം കൊണ്ടുവരാൻ കഴിയുമെന്ന് വിശ്വസിക്കുകയും CPIMനെ വിപ്ലവരഹിത പാർട്ടിയെന്ന് ആക്ഷേപിച്ച് അതിതീവ്ര സാഹസിക നിലപാടിലേക്ക് പോവുകയും ചെയ്ത പലരെയും പിൽക്കാലത്ത് കണ്ടത് വലതുപക്ഷത്തിൻ്റെ നിലയിലാണ്. തീവ്രവാദത്തിൻ്റെ സൈദ്ധാന്തിക പ്രചാരകനെ തന്നെ UDFൻ്റെ സ്ഥാനാർത്ഥിയായി കേരളം കണ്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അതിതീവ്ര ഇടതുപക്ഷവാദം ഏറ്റവും ഒടുവിൽ അതിതീവ്ര വലതുപക്ഷവാദത്തിലാവും ചെന്നെത്തി നിൽക്കുക എന്ന് ലെനിൻ പറഞ്ഞതിന് ഇതിനേക്കാൾ വലിയ ദൃഷ്ടാന്തമില്ല. എന്നാൽ വലതുപക്ഷത്ത് ചെന്ന് ഭാഗ്യം അന്വേഷിക്കാൻ ബാസുരേന്ദ്രബാബു നിന്നില്ല. അദ്ദേഹം ശരിയായ ഇടതുപക്ഷത്തേക്ക് തിരികെ വന്നു CPIMനോടൊപ്പം സഞ്ചരിച്ചു. ബാസുരേന്ദ്രബാബുവിൻ്റെ ഈ പുസ്തകത്തിൽ 15 അധ്യായങ്ങളാണുള്ളത്. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ടതെങ്ങനെ, പിന്നീട് അതിതീവ്ര നിലപാടുകളിലേക്ക് വഴിതെറ്റിയതെങ്ങനെ, അടിയന്തരാവസ്ഥ അനുഭവം എങ്ങനെ, പോലീസ് ക്യാമ്പിൽ നേരിട്ട പീഡനങ്ങൾ എന്തൊക്കെ, സാംസ്കാരിക വേദിയുടെ ജനനം സമാപനം എന്നിവ എങ്ങനെ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. ഈ പുസ്തകത്തിലെ എല്ലാ ആശയങ്ങളോടും യോജിപ്പുള്ളയാളല്ല ഞാൻ. യോജിക്കാവുന്ന മേഖലകളുമുണ്ട്, വിയോജിക്കാവുന്നവയുമുണ്ട്. ഈ പുസ്തക പ്രകാശനത്തിൻ്റെ ഭാഗമാകുന്നത് നാം പൊതുവെ വെച്ച് പുലർത്തുന്ന വിശാലമായ ജനാധിപത്യ സമീപനത്തിൻ്റെ ദൃഷ്ടാന്തമായാണ് കാണേണ്ടത്. വിയോജനാഭിപ്രായങ്ങൾക്കും പൊതുമണ്ഡലത്തിൽ ഇടം വേണം എന്ന സമീപനത്തിൻ്റെ ഭാഗമാണത്. കർഷകരുടെയും തൊഴിലാളികളുടെയും പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുവെന്നത് യോജിക്കാവുന്ന കാര്യമാണ്. എന്നാൽ അതില്ലാതാക്കാൻ ഏറ്റെടുക്കേണ്ട പ്രവർത്തനങ്ങൾ അദ്ദേഹം വിശദീകരിക്കുന്നതിനോട് വിയോജിപ്പാനുള്ളത്. അടിയന്തരാവസ്ഥയെ CPM വിമർശനത്തിനുള്ള ഒരു ഉപാധിയായി ഈ പുസ്തകത്തിൽ അദ്ദേഹം കണ്ടിട്ടുണ്ട്. എങ്ങും തൊടാതെ വളരെ സുരക്ഷിതമായ ഒരു ലൈനാണ് CPM സ്വീകരിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ശരിയല്ല. അടിയന്തരാവസ്ഥയിലുടനീളം തടവുകാരനായി ജയിൽവാസം അനുഭവിച്ച് പീഡനങ്ങൾ സഹിച്ച എത്രയെത്ര CPIM പ്രവർത്തകരുണ്ട്. വിട്ടുവീഴ്ചയില്ലാത്ത വിധം അന്ന്
ജനങ്ങൾക്കൊപ്പം നിന്ന് പോരാടിയതിൻ്റെയും ഇന്നും അത്തരം പോരാട്ടങ്ങൾ തുടരുന്നതിൻ്റെയും ഫലമായി കൂടിയാണ് CPIM ഏറ്റവും വലിയ ജനസ്വാധീനമുള്ള ഇടതുപക്ഷ വിപ്ലവ പ്രസ്ഥാനമായി ഉയർന്നു നിൽക്കുന്നത്. സമകാലിക സംഭവങ്ങളുടെ കാര്യത്തിൽ നിക്ഷിപ്ത താൽപ്പര്യങ്ങളില്ലാതെ ചരിത്ര വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ മാധ്യമ വാർത്തകളെയും അവയുടെ പിന്നിലുള്ള രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക താൽപ്പര്യങ്ങളെയും വ്യക്തമായി ഇഴകേറി പരിശോധിക്കുന്ന മാധ്യമ വിമർശകനായിരുന്നു പ. സുരേന്ദ്രബാബു. മൂലധന താൽപ്പര്യങ്ങൾ വാർത്തകളെ എങ്ങനെ വക്രീകരിക്കും എന്നതിനെക്കുറിച്ച് വ്യക്തമായ രാഷ്ട്രീയ ധാരണ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത്തരം വിമർശകരുടെ അഭാവം നമ്മുടെ സമൂഹത്തിൽ ഇന്നുണ്ട് എന്നത് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. ജനങ്ങളെയും പൊതുസമൂഹത്തെയും തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങളുണ്ടാവുമ്പോൾ അവയ്ക്ക് പിന്നിലുള്ള താൽപ്പര്യങ്ങൾ എന്തെല്ലാമാണെന്നും അവയുടെ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണെന്നും കൃത്യമായി വിശകലനം ചെയ്യുമായിരുന്നു നിരീക്ഷകനും വിമർശകനുമായിരുന്ന പ. സുരേന്ദ്രബാബു. അദ്ദേഹത്തെ അനുസ്മരിക്കുന്ന ഈ ചടങ്ങിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായും പ. സുരേന്ദ്രബാബുവിൻ്റെ ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരമായ യുവത്വം ജ്വലിച്ചുയർന്ന കാലത്തിൻ്റെ പ്രകാശനം നിർവഹിച്ചതായും അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം.